ഒരു നിയോജക മണ്ഡലത്തിന്റെ ഭാവി എങ്ങനെയാണ് ശരിക്കും രൂപപ്പെടുത്തേണ്ടത്? കേവലം രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾക്കപ്പുറം സാധാരണ ജനങ്ങളുടെ യഥാർത്ഥ ആവശ്യങ്ങൾ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ഇന്ന് നമ്മൾ മൂവാറ്റുപുഴയിലേക്ക് ആഴത്തിലൊന്ന് ഇറങ്ങിച്ചെല്ലുകയാണ്. ഇവിടുത്തെ കണക്കുകളും ഒപ്പം ജനങ്ങളുടെ ശബ്ദവും ഒരുമിപ്പിച്ച് യഥാർത്ഥത്തിലുള്ള ഒരു മാറ്റത്തിനു വേണ്ടിയുള്ള രൂപരേഖ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ, ആദ്യം മൂവാറ്റുപുഴയുടെ ഒരു സ്പന്ദനം നമ്മൾ തൊട്ടറിയും. പിന്നെ അവിടുത്തെ വോട്ടിംഗ് കണക്കുകൾ നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണെന്ന് നോക്കും. അതിനുശേഷം ജനവിധിയുടെ ഉള്ളിലേക്ക് കടന്ന് ഒരു പുതിയ ഭരണത്തിനുള്ള രൂപരേഖയും രാഷ്ട്രീയ തന്ത്രങ്ങളും ചർച്ച ചെയ്യും. അവസാനം ഇതെല്ലാം എങ്ങനെ ഒരു വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജനവിധിയിലേക്ക് നയിക്കാം എന്നും നമ്മൾ പരിശോധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഭാഗം 1: മൂവാറ്റുപുഴയുടെ സ്പന്ദനം. ഇവിടുത്തെ മണ്ണിനെയും കാലാവസ്ഥയെയും അതിലുപരി ഇവിടുത്തെ ജനങ്ങളുടെ വികാരങ്ങളെയും നമുക്കൊന്ന് അടുത്തറിയാൻ ശ്രമിക്കാം. എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖല. ഒരു വശത്ത് മൂവാറ്റുപുഴ ടൗണിന്റെ തിരക്ക്, മറുവശത്ത് 11 ഗ്രാമപഞ്ചായത്തുകളുടെ പച്ചപ്പും ശാന്തതയും. നഗരവും ഗ്രാമവും കൈകോർത്തു പോകുന്ന ഒരിടം. ഇവിടുത്തെ ഓരോ മനുഷ്യന്റെയും ജീവിതം ഈ മണ്ണും വെള്ളവുമായി അത്രയധികം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. പക്ഷേ ഈ ഭംഗിക്കപ്പുറം ഓരോ ദിവസവും സാധാരണക്കാരനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. കിഴക്കൻ പഞ്ചായത്തുകളിൽ വേനൽക്കാലമായാൽ കുടിവെള്ളത്തിന് നെട്ടോട്ടമാണ്. ഗ്രാമങ്ങളിലെ ഉൾറോഡുകളുടെ കാര്യം പറയുകയേ വേണ്ട. നല്ല വിദ്യാഭ്യാസം നേടിയിട്ടും ചെറുപ്പക്കാർക്ക് ഒരു നല്ല ജോലി കിട്ടാനില്ല. ഇതിനെല്ലാം മുകളിൽ ഏകദേശം 5 മുതൽ 6% വരെ കുതിച്ചുയരുന്ന വിലക്കയറ്റം. അത് സാധാരണ കുടുംബങ്ങളുടെ ബഡ്ജറ്റിന്റെ താളം തന്നെ തെറ്റിക്കുന്നു. ഇതൊന്നും വെറും നമ്പറുകളല്ല, ഓരോ വീട്ടിലെയും യാഥാർത്ഥ്യങ്ങളാണ്. ഈ പ്രശ്നങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു കാര്യം ഒരിക്കലും മറക്കരുത്. പൊതുപ്രവർത്തനത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് അന്തസ്സാണ്. ഓരോ പൗരനെയും ബഹുമാനത്തോടെ കേൾക്കാനും അവരോട് സത്യസന്ധമായി കാര്യങ്ങൾ സംസാരിക്കാനും നമുക്ക് കഴിയണം. ആ ഒരു പരസ്പര ബഹുമാനത്തിൽ നിന്നാണ് യഥാർത്ഥ ഭരണം തുടങ്ങുന്നത്. ഇനി നമുക്ക് കണക്കുകളിലേക്ക് വരാം. ആളുകളുടെ ഈ വികാരങ്ങൾക്കപ്പുറം വോട്ടിംഗ് ഡാറ്റ നമ്മളോട് എന്താണ് പറയുന്നത്? നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, ആദ്യത്തെ ഒരു ഞെട്ടിക്കുന്ന സിഗ്നൽ. വോട്ടിംഗ് ശതമാനത്തിൽ വന്ന വലിയൊരു ഇടിവ്. 2016-ൽ 80% കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തപ്പോൾ 2021-ൽ അത് 75% കുറഞ്ഞു. ഏകദേശം 4.5% ഇടിവ്. എന്തുകൊണ്ടാണിത്? ഇത് വെറുമൊരു അലസതയാണോ, അതോ നിലവിലുള്ള രാഷ്ട്രീയത്തോടുള്ള ഒരുതരം നിശബ്ദ പ്രതിഷേധമാണോ? ഇനി വോട്ട് ഷെയറിലേക്ക് വന്നാൽ ഈ ചിത്രം കുറച്ചുകൂടി വ്യക്തമാകും. CPIക്ക് ഏകദേശം 9% വോട്ട് കുറഞ്ഞപ്പോൾ കോൺഗ്രസിന് ചെറിയൊരു വർധനവുണ്ടായി. പക്ഷെ യഥാർത്ഥ കഥ അതല്ല. കളിയുടെ ഗതി മാറ്റിയത് 2020 എന്ന പുതിയൊരു ശക്തിയുടെ വരവാണ്. ഏകദേശം 10% വോട്ടുകളാണ് അവർ പിടിച്ചത്. ഇതിനർത്ഥമെന്താണ്? നിലവിലുള്ള മുന്നണികളിൽ തൃപ്തരല്ലാത്ത ഒരു വലിയ വിഭാഗം വോട്ടർമാർ പുതിയൊരു വഴി തേടുന്നുണ്ടായിരുന്നു. മൂവാറ്റുപുഴയുടെ സാമൂഹിക ഘടന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഏകദേശം 45% ക്രിസ്ത്യൻ വിഭാഗവും 41% ഹിന്ദുക്കളും 14% മുസ്ലിങ്ങളുമാണിവിടെയുള്ളത്. അതായത് ഒരു സമുദായത്തിനും ഒറ്റയ്ക്കൊരു തെരഞ്ഞെടുപ്പ് ജയിക്കാനാവില്ല. അതുകൊണ്ടുതന്നെ ഇവിടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വെറും കണക്കല്ല, അതൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് കൂടിയാണ്. എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നവർക്ക് മാത്രമേ ഇവിടെ വിജയിക്കാനാവൂ. അപ്പോൾ ഈ നമ്പറുകൾക്ക് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണ്? എന്തുകൊണ്ടാണ് വോട്ടർമാർക്ക് ഇത്രയധികം അതൃപ്തി? നമുക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് പോവാം. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു സാധാരണ വോട്ടറുടെ ജീവിതത്തിൽ വരുന്ന സമ്മർദ്ദങ്ങൾ. 1. വിലക്കയറ്റം കാരണം വീട്ടുചെലവ് താങ്ങാൻ പറ്റുന്നില്ല. 2. ഗൾഫിൽ നിന്നൊക്കെ വലിയ പ്രതീക്ഷയോടെ തിരിച്ചുവന്ന ചെറുപ്പക്കാർക്ക് ഇവിടെ ജോലിയൊന്നുമില്ല. 3. തിരഞ്ഞെടുപ്പ് കാലത്ത് കേൾക്കുന്ന വാഗ്ദാനങ്ങളിലുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു. 4. ഗ്രാമങ്ങളിലെ കർഷകരാണെങ്കിൽ വന്യമൃഗങ്ങളെ പേടിച്ച് ജീവിക്കേണ്ട അവസ്ഥ. ഇവയൊന്നും ഓരോ വ്യക്തിയുടെയും മാത്രം പ്രശ്നങ്ങളല്ല, ഒരു സിസ്റ്റത്തിന്റെ പരാജയമാണ്. ഈ ടേബിള് നോക്കിയാൽ മതി. ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരാതികൾ എവിടെയാണെന്ന് കൃത്യമായി കാണാം. കുടിവെള്ളം, റോഡ്, വിദ്യാഭ്യാസം, റേഷൻ, ഇങ്ങനെ അടിസ്ഥാന ആവശ്യങ്ങളിൽ പോലും വലിയ വീഴ്ചകളുണ്ട്. ഇതൊരു പരാതി പട്ടികയല്ല, ഭരണസംവിധാനം എവിടെയാണ് മുടങ്ങുന്നത് എന്നതിന്റെ ഒരു എക്സ്റേ റിപ്പോർട്ടാണ്. ഓക്കെ, അപ്പോ പ്രശ്നങ്ങളെ നമ്മൾ കണ്ടു. ഇനി പരിഹാരത്തെക്കുറിച്ച് സംസാരിക്കാം. ഈ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ ജനങ്ങളുടെ നഷ്ടപ്പെട്ട വിശ്വാസം തിരിച്ചുപിടിക്കാം? അതിനുള്ളൊരു പ്രവർത്തന പദ്ധതി. നിലവിലെ ഒരു സാഹചര്യം നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ ഒരു വശത്ത് നല്ല കാര്യങ്ങളുണ്ട്. MLAയുടെ യുവത്വവും നല്ല ഇമേജുമൊക്കെ ഒരു ശക്തിയാണ്. പക്ഷേ മറുവശത്ത് ചില വെല്ലുവിളികളുമുണ്ട്. ഇത് ആദ്യത്തെ ടേം ആയതുകൊണ്ട് എടുത്തു പറയാൻ വലിയ പ്രോജക്റ്റുകളില്ല.
ഈ ഒരു ഗ്യാപ്പിലേക്കാണ് 2020 പോലുള്ള പുതിയ ശക്തികൾ വരുന്നത്. അതോടൊപ്പം ഗ്രാമങ്ങളിലെ ഇടതുപക്ഷത്തിന്റെ സംഘടനാ സംവിധാനവും ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. അപ്പോ എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്? ജനങ്ങൾക്ക് നേരിട്ട് മാറ്റം കാണാൻ കഴിയുന്ന മൂന്നേ കാര്യങ്ങളിൽ. ഒന്ന്, വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പ്രോജക്റ്റ് വേഗത്തിലാക്കുക. ഇത് കുടിവെള്ള പ്രശ്നത്തിന് വലിയൊരു പരിഹാരമാകൂ. 2, ഗ്രാമങ്ങളിലെ റോഡുകളെ നന്നാക്കി ബസ് സർവീസ് മെച്ചപ്പെടുത്തുക. 3, ചെറുപ്പക്കാർക്ക് വേണ്ടിയൊരു IT സെന്ററും സാധാരണക്കാർക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ആരോഗ്യ കേന്ദ്രങ്ങളും. അടിസ്ഥാന സൗകര്യം, തൊഴിൽ, ആരോഗ്യം, ഈ 3 കാര്യങ്ങളിലാണ് ഒരു പുതിയ മൂവാറ്റുപുഴ കെട്ടിപ്പടുത്തേണ്ടത്. ഇനി വികസനം മാത്രം പോരല്ലോ, രാഷ്ട്രീയ കളത്തിലും സ്മാർട്ടായി നീങ്ങണ്ടേ? എതിരാളികളുടെ നീക്കങ്ങളെ എങ്ങനെ നേരിടാം? ഇതിനൊരു സിമ്പിൾ ഫ്രെയിംവർക്കുണ്ട്. നമുക്കിതിനെ ചതുർമുഖ തന്ത്രമെന്ന് വിളിക്കാം. അതായത് ഒരു 4 വശങ്ങളുള്ള പ്രതിരോധം. ഉദാഹരണത്തിന്, എതിരാളികൾ നമ്മളെ ആക്രമിക്കാൻ വന്നാൽ നമ്മൾ അവരുടെ നടപ്പാക്കാത്ത വാഗ്ദാനങ്ങളെക്കുറിച്ച് ജനങ്ങളെ ഓർമ്മിപ്പിക്കണം. അവർ സ്ഥിരതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ അതിലും മികച്ച പ്രാദേശിക നേതൃത്വം വാഗ്ദാനം ചെയ്യണം. അവർ പുതിയ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ നമ്മൾ അതിലും നല്ല പ്രാദേശിക പദ്ധതികൾ അവതരിപ്പിക്കണം. അവർ സംരക്ഷകരായി വരുമ്പോൾ നമ്മൾ സാമൂഹിക സൗഹാർദ്ദത്തിന്റെ യഥാർത്ഥ കാവലാളായി നിൽക്കണം. പക്ഷേ ഈ തന്ത്രങ്ങളെല്ലാം ഉപയോഗിക്കുമ്പോൾ ഒരു അടിസ്ഥാന ധാർമ്മികതയുണ്ട്. അത് ജനങ്ങളുടെ സ്വകാര്യതയാണ്. ഇന്ത്യയുടെ പുതിയ നിയമപ്രകാരം ഓരോ വോട്ടറുടെയും വിവരങ്ങൾ അവരുടെ പൂർണ്ണ സമ്മതത്തോടെ നിയമപരമായി സുതാര്യമായി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ജനങ്ങളുടെ ഡേറ്റയെ ബഹുമാനിക്കാതെ അവരുടെ വോട്ടിനെ ബഹുമാനിക്കാൻ പറ്റില്ല. അത്രയുള്ളൂ കാര്യം. അപ്പോ നമ്മൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടു, കണക്കുകൾ പരിശോധിച്ചു, ഒരു പ്രവർത്തന പദ്ധതിയും തന്ത്രവും രൂപപ്പെടുത്തി. ഇതെല്ലാം ചെന്നെത്തുന്നത് ഒരൊറ്റ കാര്യത്തിലേക്കാണ്: വിശ്വാസം. വാഗ്ദാനങ്ങൾ കൊണ്ടല്ല, പ്രവൃത്തികൾ കൊണ്ട് ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുക. ഈ വിശകലനത്തിന്റെ എല്ലാം കാതൽ ഒരുപക്ഷേ ഈ ഒരു വാചകത്തിലുണ്ടാകും: ഭരണമെന്നത് ഒരു വാഗ്ദാനമല്ല, അതൊരു പ്രവൃത്തിയാണ്. വിശ്വാസം എന്നത് ചോദിച്ചു വാങ്ങേണ്ട ഒന്നല്ല, അത് ഓരോ ദിവസവും പൂർത്തിയാക്കുന്ന ഓരോ പദ്ധതിയിലൂടെയും പരിഹരിക്കുന്ന ഓരോ പരാതിയിലൂടെയും നേടിയെടുക്കേണ്ട ഒന്നാണ്. If you want to become a people-centric leader and uplift your constituency, get in touch with blueprintstrategies.ai at mgr@blueprintstrategies.ai or call 080-4204-1602. Purpose Beyond Politics.